ഹലോ ഗേസ് ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം ബിസി ആയതുകൊണ്ടായിരുന്നു റെഗുലറായിട്ട് വീഡിയോസ് ഇല്ലാതിരുന്നത്. ഇനി എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇൻഫോ എന്ന് പറയുന്നത് നോട്ട് വിൻ ഗെയിമിംഗ് കണ്ടക്ട് ചെയ്ത വേലറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ ഏകദേശം 1 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നവൻ്റെ സ്പ്ലിറ്റ് 1 ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മാച്ചിൽ ബെസ്റ്റ് ഓഫ് 3യിൽ നമ്മൾ ഒറാങ്കുട്ടാനെ RNTX 2-0 തോൽപ്പിച്ചിരിക്കുകയാണ്. സെക്കൻഡ് മാച്ചിൽ ഗ്ലോബലി സ്പോർട്സ് 2-0 ആസ്റ്ററിക്കിനെയും തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ഗ്ലോബലി സ്പോർട്സ് ആ ഒരു വിന്ന് സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SA2ലും കൂടി വേലറിൻ്റെ സീനിലേക്ക് വന്നോട് കൂടിയിട്ട് അത്യാവശ്യം വാച്ചിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലും നമുക്ക് കൂടുതൽ ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് SA2ലിൻ്റെ മാച്ചും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. SA2 വേഴ്സസ് വെലോസിറ്റി ഗെയിമിംഗ് ആയിരിക്കും ഫസ്റ്റ് മാച്ച് ഉണ്ടാകുന്നത്. സെക്കൻഡ് മാച്ച് റെക്കനിങ് വേഴ്സസ് ഓറ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് നോട്ട് വിൻ ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ BGS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ റൗണ്ട് 3 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് 2 അവസാനിച്ചപ്പോൾ ഒരുപാട് ടീമുകളെ ബാൻ ചെയ്യുകയും ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരുന്നു ഏതൊക്കെ ടീമുകളാണ് ബാൻ ചെയ്തത് അതിൻ്റെ ഫുൾ ലിസ്റ്റ് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ വെബ്സൈറ്റ് ത്രൂ ആണ് അവരുടെ ഫുൾ ഡീറ്റെയിൽസും അവർ ഇട്ടിട്ടുള്ളത്. റൗണ്ട് 2ൽ അത്യാവശ്യം ടീമുകൾക്ക് ബാനും ഡിസ്ക്വാളിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. ഏത് പ്ലെയറിനാണ് ബാൻ കിട്ടിയെന്ന് വരെ കറക്റ്റ് അവർ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട 2 ടീമുകൾ ഉണ്ടായിരുന്നു. IQ Esports നമുക്ക് ലൈവായിട്ട് അവരുടെ മാച്ചുകൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 1ലായിരുന്നു റൗണ്ട് 1 കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 7C എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ഒരു ടീമിനെയും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ലൈവിൽ നമുക്ക് അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ ഒരു ടീമുകളെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വേറെയും ഒരുപാട് ടീമുകളെ ബാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ കുറേ പേര് LHS നമ്മളെ കാലൻ സ്പൈ കളിക്കുന്ന ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. LHS നമ്മൾ ആ ഒരു റൗണ്ട് 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 28ലായിരുന്നു. 4ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്ത് 41 പോയിന്റ്. ആ ഒരു മാച്ചുകളൊന്നും ലൈവോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇനി റൗണ്ട് 3 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൗണ്ട് 3ൽ നമുക്ക് ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും മത്സരങ്ങളാണ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് 1ൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടീം OMG ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ചിക്കടിനോടുകൂടി 57 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. വേറെ ലെവൽ ഡോമിനേഷൻ തന്നെ ടീം OMG കാഴ്ചവെച്ചിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ സ്കൗട്ടൊക്കെ കളിക്കുന്ന വൈൽഡ് ഫാങ്സ് നിൽക്കുന്നുണ്ട് 41 പോയിന്റായിട്ട്. തേർഡ് I4I നിൽക്കുന്നുണ്ട് 33 പോയിന്റായിട്ട്. ഗ്രൂപ്പ് 2ൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസൈൻ Esports നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്തൊക്കെ ടീമായുള്ള ഇൻസൈൻ ആ ഒരു ടോപ്പിൽ നിൽക്കുന്നുണ്ട്. 1 ചിക്കടിനോടുകൂടി 45 പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഷോക്ക് വേവ് നിൽക്കുന്നുണ്ട് 31 പോയിന്റായിട്ട്. ഇതിൽ നിന്ന് ടോപ്പ് 6 ടീംസുകളാണ് ഈ റൗണ്ട് 4ലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഇനിയും ഇവർക്ക് മാച്ചുകളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ ടോപ്പ് 6 ടീമുകളായിരിക്കും റൗണ്ട് 4ലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ബാക്കി വരുന്ന ടീമുകളുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് വെച്ചിട്ട് അതിൽ നിന്നും ടോപ്പ് 16 ടീമുകൾക്ക് കൂടി റൗണ്ട് 4ലേക്ക് എത്താനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ LHS ഏകദേശം ഗ്രൂപ്പ് 15ലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് LHSൻ്റെ മാച്ചുകൾ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതല്ല. വേറെയും ഒരുപാട് മലയാളി ടീമുകൾ അത്യാവശ്യം ഈ റൗണ്ട് 3ലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മൾ കേട്ടുകേൾവിയുള്ള ടീമുകളൊക്കെ അത്യാവശ്യം ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് 4ലേക്കൊക്കെ എത്തട്ടെ. അപ്പോൾ നമുക്ക് അവരുടെ മാച്ചുകളൊക്കെ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മലയാളി ടീമുകൾ അടിപൊളി പെർഫോം ചെയ്തുകൊണ്ട് മുകളിലേക്ക് അടുത്ത റൗണ്ടുകളിലേക്കൊക്കെ കയറി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി മാച്ചുകൾ ക്രാഫ്റ്റർ ഇന്ത്യ Esportsൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ CODMൽ SA2 വേഴ്സസ് ഗോഡൽ ആ ഒരു ഫാൻ ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഗോഡലൊരു പ്ലെയർ ആയിരുന്നു SA2ൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ട്രാഷ് ടോക്കും ബാന്തറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവലാണ് കാണാനായിട്ട് ഉള്ളത്. CODMൻ്റെ മാസ്റ്റേഴ്സ് ചൈനയിൽ വെച്ചിട്ട് നടക്കാനിരിക്കുകയാണ്. മാർച്ച് 20-നാണ് ഈ ഒരു ഇവൻറ്റ് വരുന്നത്. നമ്മളെ SA2ലും ഗോളിലേക്കും ഇതിൽ മത്സരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ടീമുകൾക്കെതിരെയാണ് ഗോളിലേക്കും SA2ലും മത്സരിക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ഗോഡൽ വേഴ്സസ് SA2ൽ ഒരു ഫാൻ ഫൈറ്റും ആ ഒരു റിവെഞ്ചും അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ 2 ടീമുകളും ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇവൻറ്റ് കളിക്കാൻ പോകുന്നത്. അവിടെ ടീം ഇന്ത്യ എന്നുള്ള രീതിയിലും ആ ഒരു ടീമിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അവിടെയും ഫാൻ ഫൈറ്റ് ഇല്ലാതിരിക്കട്ടെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളെ ഇന്ത്യൻ ടീമുകൾ വരുന്നുണ്ട്. ഇനി നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് Esports വേൾഡ് കപ്പാണ്. അതിൽ ഏതൊക്കെ ടീമുകൾ ഉണ്ടാവും, ഏതൊക്കെ ഗെയിമുകളിലായിരിക്കും നമ്മളുടെ ഇന്ത്യൻ ടീമുകൾ വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.